കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന അതിഥി അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പൂർ. 7 വർഷം തലശ്ശേരി ഡിസ്ട്രിക്ട് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി, ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായി ജോലി ചെയ്ത ആളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ഡസൻ 302 കേസുകൾ സെഷൻസ് കോടതികൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് ഇന്നും നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ റീത്ത വധം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിനടുത്ത് ഒരു ഗ്രാമത്തിൽ റേഷൻ കടയിൽ പോയി വരികയായിരുന്ന ഒരു വീട്ടമ്മ. അതൊരു വിജനമായ പ്രദേശത്ത് ആ വീട്ടമ്മ കൊല്ലപ്പെടുകയാണ്. ആ വീട്ടമ്മ കൊല്ലപ്പെടുന്നു. അതിൻ്റെ പ്രതിയെ അതിസാഹസികമായി പോലീസ് കണ്ടെത്തുന്നു. ആ പ്രതിക്ക് നിയമം കേസ് കൃത്യമായി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കേസ് നടത്തി ആ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ റീത്ത വധത്തിൻ്റെ നാൾ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ചാർജ് ഷീറ്റ്. പ്രേക്ഷകർക്കും ഒപ്പം വിനോദ് കുമാർ ചമ്പളവനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. ഓക്കെ. ഈ സ്ത്രീയുടെ ബോഡി എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്? കൊലപാതകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ റേപ്പ് ചെയ്യണം എന്നാണ് ഇവൻ ഉദ്ദേശിച്ചത്. ഇവര് വീട്ടിൽ നിന്ന് അരി വാങ്ങാൻ, അതായത് അരി വാങ്ങിച്ചിട്ട് ഇവരെ വീട് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ നിന്നും ഇനി പിന്നെ ഒരു 100 മീറ്റർ 150 മീറ്റർ നടക്കണം. അതായത് 18/10/2012 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ അന്ന് രാവിലെ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഞാൻ അവനൊരു പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനൊരു PSC എന്തോ പരീക്ഷയുണ്ട്, അവൻ കണ്ണൂരേക്ക് പോകുന്നു. ഈ സ്ത്രീ നേരെ പിന്നെ ഷോപ്പിൽ പോയിട്ട്, കുട്ടികളുണ്ട്, ഷോപ്പിലേക്ക് പോയി. പിന്നെ മാത്രമല്ല ഇവർ തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉള്ള ഭാര്യയും ഭർത്താവും. അങ്ങനെയൊക്കെ ആ കാലത്തും ചില പള്ളിയിലോ മീഡിയേഷനൊക്കെ നടത്തിയിട്ട് നേരെയാക്കിയിട്ട് പോയി എന്നൊക്കെയുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയിലേക്ക് പലപ്പോഴും അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ആള് അന്ന് പരീക്ഷയ്ക്ക് പോയി. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു, സാധാരണ ഈ റേഷൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അവരെന്നും പ്രേയറിന് പോകുന്ന ആളാണ്. അപ്പോൾ ഈ വീട്ടിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ താക്കോൽ ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ 2 പേർക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബാക്കി മക്കളൊക്കെ സ്കൂള്, അപ്പോൾ അവർക്കറിയാം എവിടെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഇവൻ ഉച്ചക്ക് വന്നപ്പോൾ ഈ കാണുന്നില്ല. അപ്പം നോർമലി പ്രേയറിന് പോയാലും തിരിച്ചു വരേണ്ട സമയമായി. അപ്പോൾ അന്ന് മുഴുവനും ഈ നാട് മുഴുവനും എല്ലാവരും പരതി. പിന്നെ പള്ളിയിൽ എന്ത് ചെയ്തു, കൂട്ടായുടെ പ്രാർത്ഥനയുള്ള സ്ഥലത്തും അവിടെയും പോയി, അവരും എല്ലാം ഇറങ്ങി പരതി. പക്ഷെ അന്ന് റേഷൻ വാങ്ങിച്ചു എന്നുള്ളത് കൺഫേംഡ് ആണ്. റേഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ ചെറിയൊരു പ്രദേശമാണെങ്കിലും ഈ പറയുന്ന എവിടെ പോയി എന്നുള്ളത്. പിന്നെ ഇവർ പോകുന്ന ഇവരെ ബന്ധു വീട്ടിൽ പല ദൂരെയുള്ള സ്ഥലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവർ പോകുന്ന ബസ് അങ്ങനെയൊക്കെ നോക്കി, അപ്പോൾ എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിൽ നിന്നുള്ള ആൻസർ വളരെ മോശമാണ്. നാളെ ഒരു കാര്യം ചെയ്യും, ഒരു പാസ്പോർട്ട് ഫോട്ടോ ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം, ഇന്ന് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും പരതാൻ തുടങ്ങിയപ്പോൾ ഈ മണ്ണിൻ്റെ റോഡിൽ നിന്നും കുറച്ച് മാറി അരിയുടെ കുറച്ച് പീസസ്, അരി ഇങ്ങനെ വെതറി കിടക്കുന്നു അവിടെയായിട്ട്. അങ്ങനെ അരിയെ ഫോക്കസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അത് സഞ്ചിയിൽ അരിയും പിന്നെ അവിടെ കിടക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ നല്ല കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടുന്ന് പിടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇവനെ അതായത് വലിച്ചു കൊണ്ടുപോകുക എന്ന് വെച്ചാൽ കാലിന് മാത്രമാണ് ഈ മണ്ണും മറ്റേ ഉള്ളൂ, വേറെ ശരീരത്തിൽ അങ്ങനെ വലിച്ചു കൊണ്ടുപോയതല്ല. അവൻ പൊക്കി എടുത്തിട്ട് കൊണ്ടുപോകുന്ന പോലെ അവൻ കയറിയിട്ട് പിന്നെ ചെറിയൊരു ഇതാ നമ്മൾ പറയില്ല നാട്ടിൽ ഊരുകണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വഴിയുണ്ട്, ചെറിയൊരു ഇടവഴി, അതിലേയും കൂടി വലിച്ചു കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. അത് നേരെ അതിന് മേലെ ഒരു ചെറിയ ഉയർന്ന സ്ഥലം കഴിഞ്ഞാൽ, മണ്ണിന്റെ തിട്ട കഴിഞ്ഞാൽ താഴെ ഒരു ചെറിയൊരു മറവുള്ള ഒരു സ്ഥലമുണ്ട്. കല്ലുവെട്ടാൻ കുഴിയല്ല, മണ്ണ് തന്നെ, പക്ഷെ പുല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ വെച്ച് ഇവൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഉടുപ്പ് കംപ്ലീറ്റ് നെയ്ക്കഡാക്കി പിടിച്ച് വലിച്ചെല്ലാം കീറി. അങ്ങനെ കീറിയിട്ട് റേപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ശരിക്കും ഈ മെൻസ്ട്രുവൽ പീരീഡ് ആയിരുന്നു ഈ സ്ത്രീയുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ എന്തോന്നറിയില്ല, ഇവന് പിന്നെ അതിലേക്ക് ചെയ്യാൻ ഉള്ള ഒരു പീരീഡ്സ് ആയതുകൊണ്ട് അവൻ അപ്പാടനെ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അല്ല ഇവനെ കയറ്റി കൊണ്ടുപോകും തന്നെ ഇവൾ ഭയങ്കര റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു, ഞാൻ അപ്പം തന്നെ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് നേരെ മുഖത്തും തലക്കും ഇടിച്ചു. അപ്പം തന്നെ ഏകദേശം ആ സ്ത്രീ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലുള്ള സ്ത്രീയാണ് റേപ്പ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചത്. അപ്പം ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തു, പിന്നെ റെസിസ്റ്റൻസ് ഇല്ല, ആ സ്ത്രീ ഏകദേശം കുഴഞ്ഞു, ഇങ്ങനെ ബ്ലഡൊക്കെ യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥ. എന്നിട്ടും അവൻ ശ്രമിച്ചു. അതാണ് ഞങ്ങൾ അവനെ ശരിക്കും ഒരു അറ്റംപ്റ്റ് ടു റേപ്പിലേ ഉള്ളൂ, റേപ്പ് ശരിക്കും ഒരു ഇന്റർകോഴ്സിലേക്ക് പോയിട്ടില്ല. 376 511 വിത്ത് റെഡ് വിത്ത്, അത് അറ്റംപ്റ്റാണ്. അപ്പോൾ ശരിക്കും എൻ്റെ ശ്രമമാണ്. അപ്പോൾ അത് രണ്ടും ശിക്ഷയുണ്ട്. പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയാണ്, അതായത് ഒരാളെ കൊലപാതകം നടത്തിയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലും റേപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു അവൻ്റെത്.
പക്ഷേ നാട്ടുകാരുടെ അന്വേഷണത്തിൽ ഏത് അവസ്ഥയിലായി ബോഡി കാണും? അപ്പോൾ ഈ ഇങ്ങനെയുള്ള നേക്കഡായിട്ട് കിടക്കുന്ന അവസ്ഥയില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ, അതായത് അന്ന് രാവിലെ ഒരു 9:30-10 മണിക്ക് ഈ സംഭവം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ ഏകദേശം ഇതേ സമയത്താണ് ഈ റിക്കവറി ചെയ്യുന്നത്. അപ്പോൾ ഫുൾ നേക്കഡായിട്ട് കിടക്കുക. അവൻ അവിടെ തന്നെ ഇട്ടേച്ച് പോയത് എന്തുകൊണ്ടാവും? വേറെ അങ്ങോട്ട് മാറ്റിയിടാൻ? അല്ല, അവൻ അപ്പം തന്നെ അത് അവിടുന്ന് പുറത്തുനിന്ന് കാണൂല. അതാ വേറെ കാര്യം. അതായത് ആ വഴിയിലെ പോകുന്ന ആൾക്കും നേരെ എങ്ങനെ പോകുന്ന തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ചെറിയൊരു പൊന്തയാണ്, കുറച്ച് ഹൈറ്റിൽ. ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്തിരുന്നു. ആ സൈറ്റിൽ ഞാനും സദാനന്ദനും കൂടി തന്നെയാണ് ഞങ്ങൾ പോയി. അത് അവിടെ കുറേ സമയം ചിലവഴിച്ചു. ആ സമയവും അതുപോലെ വിറ്റ്നസിൻ്റെ വീടുകൾ, ഇവരെ വീടുകൾ എല്ലാം നമ്മൾ പോയി കണ്ടു, നോക്കിയതാണ്. അപ്പോൾ അവിടെ ഈ ഒരു അറ്റംപ്റ്റും പിന്നെ കോടതി അതിന് ജഡ്ജ്മെൻറ്റിലൊക്കെ പറയുന്നുണ്ട്, ഒരു മാനസികാവസ്ഥ അവന് എന്തായാലും അവനൊരു സെക്ഷുവലായിട്ടുള്ള അവൻ്റെ ഒരു അല്ലെങ്കിൽ ലൈംഗിക ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ മരിച്ചാലും സാരമില്ല, എന്നിട്ടും ഈ അത്രയും ക്രൂവലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. നാട്ടുകാർ കണ്ടെത്തി ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. അന്ന് തന്നെ ഇൻക്വസ്റ്റ് ചെയ്തു. ആ ഇൻക്വസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹെയർ ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് അന്ന് തന്നെ കയ്യിൽ കിട്ടും. പിന്നെ അന്വേഷണം ഭർത്താവിലേക്ക് എങ്ങനെ പോകും? ഭർത്താവിൽ എന്ന് പറഞ്ഞാൽ അല്ല, അവിടെയാണെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള എല്ലാ സാക്ഷികളുടെയും നമ്മൾ നോക്കും, എല്ലാ മൊഴിയും ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു, ഇവർ തമ്മിൽ ചിലപ്പോൾ ആ തല്ലുകൂടാറുണ്ട്, ഇങ്ങനെയുള്ള മൊഴികളിലേക്ക് പോകുന്നു. പക്ഷെ വേറെ ആരെയും ഈ നാട്ടുംപുറത്ത് സംശയിക്കാനില്ലായിരുന്നു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അവൻ്റെ പരീക്ഷ എഴുതിയിട്ട് അവൻ എന്തോ അന്ന് ആ പരീക്ഷ അവൻ എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ പരീക്ഷ എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അവനത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരീക്ഷ എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ അവനെതിരായിട്ടുള്ള കുറേ തെളിവുകൾ അവിടെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എല്ലാ സാക്ഷികളും തൊട്ടടുത്തുള്ള ആളെല്ലാവരും ഇവനെതിരെ തെളിവ് കൊടുത്തു. ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഇവൻ ആയിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക, എന്നിട്ട് ഇവൻ ഇത് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ്. ആ ഒരു തരത്തിലേക്ക് തെളിവ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് അവനെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. കസ്റ്റഡിയിൽ 3-4 പ്രാവശ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചോദ്യം ചെയ്തു. നന്നായിട്ട് തന്നെ അവനോടുത്ത് വളരെ വളരെ എന്താ പറയുക, അവനെയും കുറ്റം ചെയ്തു എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കം. ടേണിംഗ് പോയിന്റ് വരുന്നത് ഇതെനിക്ക് തോന്നുന്നു ഏകദേശം പറഞ്ഞാൽ ഒരു 3 മാസം 4 മാസത്തോളം ഇതിൻ്റെ ഇതേ അവസ്ഥയാണ്. പക്ഷെ എന്നാലും പോലീസിന് ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവനെ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതിനുള്ള തെളിവ് ഒരു തെളിവും കാണുന്നില്ല. ഒരു സാഹചര്യ തെളിവ്, അതായത് ഇവൻ്റെ ബ്ലഡ്, ഇവൻ്റെ ഡ്രസ്സ് പരിശോധിച്ചു, ഇവൻ്റെ എല്ലാ വസ്ത്രങ്ങളും കൊണ്ടുപോയി, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. അതെ, അന്ന് നമ്മളത് നല്ലതാ, അത് വളരെ അല്ലെങ്കിലൊന്നും ഒന്നും ആലോചിക്കാണ്ട് അവനെ പ്രതിയാക്കാമായിരുന്നു. പക്ഷെ ഇവൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി, ഇവൻ്റെ മൂവ്മെന്റ് പോയി. അപ്പോൾ ഇവൻ എന്തായാലും അവിടെ പോയിട്ടുണ്ട്, പരീക്ഷാ ഹാളിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തെളിവ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയത്ത് ഇവൻ ഇവിടെ ഇല്ല എന്നുള്ളതിന് ഒരു ഫൈൻഡിങ്സിൽ അവിടെ കടത്തു. എന്നാലും ഇവൻ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് ഇത് വെറുതെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ചെയ്തതാണോ, ഈ സമയം പോലും ആർക്ക് അറിഞ്ഞൂടല്ലോ, എത്ര മണിക്കാണ് ചെയ്തതെന്ന് അറിയില്ല അന്നേരം. പിന്നെ ഗോപാലകൃഷ്ണൻ പിള്ളയാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പിള്ളയുടെ എവിഡൻസ് വന്നപ്പോൾ കൃത്യമായിട്ട് ഗോപാലകൃഷ്ണൻ പിള്ള ഒരു ടൈം ഷെഡ്യൂൾ വെച്ചപ്പോൾ എന്തായാലും ഒരു 8:30 മണിക്ക് ശേഷവും ഒരു 10:30-ക്കുള്ളിലുമായിട്ട് ഇത് നടന്നു എന്നുള്ളൊരു ഫൈൻഡിങ്സ് മുറിവുകൾ നല്ലതാ. ഈ ഹെഡ് ഇഞ്ചുറിയാണ്, വളരെ ഡീപ്പായിട്ടുള്ള ആ കല്ലുകൊണ്ട് ഉണ്ടാകുന്ന, ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചുറിയാണ്. ഈ ഭർത്താവിനെ എത്ര ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു? പോലീസ് കസ്റ്റഡിയിൽ ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഈ സംഭവത്തിന് ശേഷം ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ വിളിപ്പിക്കുക, അവിടെ വൈകുന്നേരം വരെ ഇരുത്തും, തിരിച്ചുവിടും. അപ്പോൾ നിങ്ങൾ കുറ്റം സമ്മതിച്ചോളൂ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള നോർമൽ പ്രഷറിങ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഉറച്ചു നിൽക്കുകയാണ്. അയാൾ പറയുന്നു ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നതും. പിന്നെ ചില പള്ളിയുടെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പള്ളിയുടെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇയാൾ കുമ്പസരിക്കുകയും കാര്യങ്ങൾ പറയുകയും, അപ്പോൾ അവരും ഇവൻ നിരപരാധിയാണ് എന്നുള്ള അർത്ഥത്തിൽ ചില സംസാരം ചില പള്ളിയുടെ അവിടെയുള്ള പള്ളികളിൽ നിന്നും അവന് അനുകൂലമായിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ട്രയൽ പോകുന്നത്. 3 മാസം വരെ ഈ അന്വേഷണം ഇങ്ങനെ എഴഞ്ഞു. 3 മാസം വരെ ഇവർക്ക് ഒരു ഇതും കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ആക്ഷൻ കമ്മിറ്റി വന്നു. പിന്നെ പോലീസിന് നിക്കക്കള്ളിയില്ലാതെ നിയമസഭയിലും പോലും അതുപോലെ പത്രങ്ങളിലെല്ലാം നിരന്തരം ഇത് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ വാർത്ത വരുമ്പം പിന്നെ പോലീസിനില്ല. അങ്ങനെയാണ് ഇതിൻ്റെ SP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പുറത്തുനിന്ന് ആയിരിക്കാൻ സാധ്യതയില്ല എന്നൊരു ഫൈൻഡിങ്സിലേക്ക് അവർ വരുന്നത്. അതായത് പുറത്തുനിന്ന് ആരും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഈ സ്ത്രീനെ അവിടുന്ന് ദൂരേനെ വന്നിട്ട് ആരും ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. ഇത് ആരോ ഇവിടുന്ന് നാട്ടിലുള്ളവർ ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ മനസ്സിൽ വന്നു. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്തു, ഓരോ ആൾക്കാരെ ദിനംപ്രതി പോലീസിലേക്ക് വിളിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒരു പ്രത്യേക ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചെയ്യാം.
അങ്ങനെ ചോദ്യം ചെയ്യുന്നതിലാണ് ഈ പറയുന്ന ആളുടെ പിന്നെ ഇവനെ പറ്റിയിട്ട് വേറെയുണ്ട് 2-3 തെളിവ് വരും. അതായത് ഇവൻ ഈ പറയുന്ന നാട്ടിലെല്ലാം സംസാരം ഇതെപ്പോൾ പ്രതിയെ കിട്ടും ഇങ്ങനെ സംസാരം പറയുമ്പോൾ ഇവൻ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവനും നാടൻ പണിയൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രതി നാടൻ ഇവൻ ഈ കാര്യത്തെ പറ്റി ഒരിക്കലും സംസാരിക്കില്ല. അപ്പം അതും കാര്യം എന്ത് സംസാരം ഉണ്ടെങ്കിൽ ഇവൻ ഈ കാര്യത്തിൽ ഇടപെടില്ല, ഈ കാര്യം കേട്ടില്ല എന്നടിക്കും. അതായത് കൂടെയുള്ള ആളെല്ലാം പറയും അവൻ എന്തൊരു ക്രൂവൽ, അവൻ എവിടെ നിന്ന് കിട്ടും എപ്പോൾ കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഇവൻ കീപ് മം. ഒരു അതും 1-2 സാക്ഷികൾ നമ്മൾ കോടതിയിൽ വിസ്തരിച്ചിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ പലപ്പോഴും ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ നാട്ടിൽ നടന്ന വലിയൊരു കൊലപാതകത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇവൻ ഇതിൻ്റെ മേലെ പിന്നെ ഇതിന് ശേഷം ഇവൻ ഗ്ലൂമി ആണെന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഇവനും ചില പേടി എങ്ങനെയോ മനസ്സിലുണ്ട്, അവനും എപ്പോഴും ഒരു അനങ്ങാണ്ടിരിക്കുക, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളും ചില സാക്ഷികളിലൂടെ നമ്മൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം കണ്ടത്, ആ നാട്ടിൽ സാധാരണയായിട്ട് ആരെങ്കിലും മാറിക്കളിയുക, കൂറുമാറുക, അങ്ങനെയുള്ള എല്ലാവരും അതിനകത്ത് നമ്മൾ വിസ്തരിക്കാൻ ഓരോ ആളും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതായത് ആ നാട്ടിൽ വിസ്തരിക്കുന്ന നമ്മളിപ്പോൾ ഒരു 67-70 സാക്ഷികൾ ഉണ്ടായിരുന്നു ആ കേസിൽ. എനിക്ക് തോന്നുന്നത് 27 സാക്ഷികളെയാണ് നമ്മൾ വിസ്തരിച്ചത്. 27 സാക്ഷികളെ വിസ്തരിച്ചു. 27 വിസ്തരിച്ച സാക്ഷികളെയും അവിടെ നിന്ന് ആ നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി തന്നെ ഈ ആൾക്കാരെ കൊണ്ടുവരും. അതായത് പോലീസിൻ്റെ സമൻസ് കിട്ടേണ്ട താമസമേ ഉള്ളൂ, ആൾക്കാരെയായിട്ട് ഒരു കമ്പനിയായിട്ട് അവർ വരും. അപ്പോൾ അവർ എത്ര വൈകുന്നേരം എൻ്റെ എത്ര തിരക്കുണ്ടെങ്കിലും അവർ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഇത് പഠിക്കാൻ സന്നദ്ധത റെഡിയാണ്. പിന്നെ അതിൽ ഈ ഒരു കാര്യം തന്നെ, ഈ ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സത്യം എന്ന് പറയില്ല, ആ സത്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പങ്കും വളരെ വളരെ ശ്ലാഘനീയമാണ്. അവർ ഈ കേസ് കഴിഞ്ഞ് ആളെ പിടിച്ചു, അപ്പോൾ തന്നെ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഒരു കൺവിക്ഷനിലേക്ക് വരുന്നത് വരെ ഈ ആക്ഷൻ കമ്മിറ്റി വളരെ ആക്റ്റീവായിരുന്നു. ഈ പ്രതിയുടെ പശ്ചാത്തലം എങ്ങനെ? ഈ പ്രതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്രിമിനൽ കേസിൽ ഒരിക്കലും പ്രതിയല്ല, പക്ഷെ അവനെപ്പോഴും ഇങ്ങനെയുള്ള ചില അവൻ്റെ ഒരു പെരുമാറ്റം ഒരു സ്ത്രീ വിഷയത്തിൽ അമിതമായ താല്പര്യം ഉള്ളൊരു മനുഷ്യനാണെന്ന് ആദ്യം മുതലേ അങ്ങനെ. അതിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, പിന്നെ അവൻ്റെ തൊട്ട അയൽക്കാർ, ഇതെല്ലാവരും അവിടെ തൊട്ടടുത്തുള്ള ഈ പ്രായമുള്ളൊരു സ്ത്രീ തന്നെ വന്ന് പറഞ്ഞിരുന്നു ഇവനെ അവരെ മകളെ ഉപദ്രവിക്കുന്ന കണ്ടു. പിന്നെ ചില ആൾക്കാർ ഇവൻ്റെ അനുഭവം ഉണ്ട്, ഇവനെ ഉപദ്രവിച്ച ആൾ വന്നിട്ട് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്നോടത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിവനെ ഓടിപ്പോന്ന കണ്ടു എൻ്റെ ബാത്റൂമിൽ. ഇങ്ങനെയുള്ള മൊഴികളെല്ലാം നമ്മൾ സമാഹരിച്ചു. ഇത് നമുക്ക് ആദ്യം എതിരുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഈ ബാഡ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ബാഡ് ക്യാരക്ടറല്ല, ഈ കേസിൽ ഈ കേസിലുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു തെളിവാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിച്ചു. അതൊരു ക്യാരക്ടറിൻ്റെ മേലെയല്ല, ഈ കേസിലൊരു സാഹചര്യമാണെന്ന് പറഞ്ഞിട്ട് വാദിച്ചപ്പോൾ കോടതി അത് ആക്സെപ്റ്റ് ചെയ്തതാണ്. ഈ 3 മാസം വരെ ഈ ഭർത്താവാണ് ഈ കേസിൽ. അതായത് CD നമ്മൾ വായിക്കുന്നേരം നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ കേസിലും ഈ പ്രതി, അത് നമ്മൾ ആ CD അവരിങ്ങനെയാണ്. ഇപ്പോൾ ആദ്യം ഇങ്ങനെ 1, 2, 5 സാക്ഷികൾ വിസ്തരിച്ചു. ആ സാക്ഷികളെല്ലാവരും പറയുന്നത് ഇത് വേറെ ആയിരിക്കും ചെയ്യാനില്ല, ഇവൻ തന്നെ ആയിരിക്കും, ഭർത്താവ് തന്നെ ആയിരിക്കും, വേറെ ആരും കൂടെ വരില്ല, ആ കേസ് അറിയില്ല. അപ്പോൾ ഓരോ സാക്ഷിയും പറയുന്ന മൊഴികൾ അവൻ തന്നെ ആയിരിക്കും, അവനല്ലാതെ വേറെ ആരും ചെയ്യില്ല, ഇവിടെ വേറെ ആരും അവളോടൊരു വിരോധമില്ല. അങ്ങനെ ഓരോ സാക്ഷികൾ പുതിയതായിട്ടൊരു 10-50 സാക്ഷികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത്, ഓരോ അന്വേഷണത്തിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ പ്രതി, എന്നിട്ട് അതിൻ്റെ അകത്ത് പറയും ഈ പ്രതിയാണെന്ന് സ്ഥാപിക്കാൻ തക്കതായ തെളിവുകളില്ലാത്തത് കൊണ്ട് കൂടുതൽ തെളിവ് സമാഹരിക്കട്ടെ, അതിനുവേണ്ടി മാറ്റിവെക്കും അടുത്ത ദിവസം കേസ് ഡയറി. അപ്പോൾ അതാണ് ആ പറയുന്ന പ്രതിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറയുന്ന ഈ കേസിൻ്റെ അകത്തിട്ട് ഏറ്റവും വലിയ ഒരാളെ കൺവിക്ട് ചെയ്തു എന്ന് പറയുന്നില്ല, ഒരു നിരപരാധീനെ ഭയങ്കരമായിട്ട് എന്തോ അത്ഭുതം കൊണ്ട് സേവ് ചെയ്യാനും പറ്റി. അവൻ പിന്നെ ഇതിന് ശേഷം അവന് ജീവൻ നേരെ വീണത്. അതുവരെ അവൻ ഈ എല്ലാവരുടെയും മുന്നിൽ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഈ കാര്യത്തിന് പിന്നെ അവനാണ് ഈ കേസിന്റെ സാക്ഷികളെ കൊണ്ടുവരുന്നതിനും എല്ലാം അയ്യോ കോടതിയിൽ വരുമല്ലോ അവൻ പറയുന്നത്. അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാർ ഈ കേസിൽ പിന്നെ ഞാൻ നിരപരാധിയായിട്ടുള്ള എന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി, എല്ലാവരും അങ്ങനെ പറഞ്ഞത്, എന്തോ ഭാഗ്യം, അവനതാ പറയും, എന്തോ ഭാഗ്യം, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് അവൻ വരും ഈ കേസിൻ്റെ അകത്ത് ഒട്ടുമിക്ക ദിവസം ഉണ്ടായിരുന്നു. അവൻ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ഈ പോയ കാര്യമൊക്കെ അവനാ തെളിവ് കൊടുത്തത്. അതായത് അവര് ഈ രാവിലെ പോയിനും പോകുന്ന സമയത്ത് ഇവൻ പൈസ എടുത്തു കൊടുത്തു, പേഴ്സണ് കൊടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനാണ് ആദ്യം തെളിവ് കൊടുക്കുന്നത്. അതും അവന്റെ സാക്ഷിയായിട്ടുണ്ടാവില്ല. മൊത്തം 70 സാക്ഷികളാണ്. 70-ലധികം സാക്ഷിയുണ്ട്. പക്ഷെ നമ്മൾ 27 വിറ്റ്നസിനെ വിസ്തരിച്ചു 1 മുതൽ 27 വരെ. പിന്നെ 33-36 ഡോക്യുമെന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അനാലിസിസിന്റെ
റിപ്പോർട്ട് ഒന്ന്, അതായത് ഹെയറിൻ്റെ സാമ്പിള്, അത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഫോറൻസിക്കിൽ കൊടുത്തിട്ട് അവർ അത് ചെയ്തിട്ടില്ല. അവർക്കത് കോമ്പീറ്റൻ്റ് അല്ല എന്നിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് മാറ്റി അയച്ചു. ഇതൊക്കെ ഒരു ശ്രദ്ധ ഇല്ലോണ്ടോ, അത് ചിലപ്പോൾ തിരിച്ചു വന്നാൽ അത് അവിടെ കിടക്കും. പക്ഷേ ഭാഗ്യത്തിന് അതെടുത്ത് വീണ്ടും തിരുവനന്തപുരത്തേക്ക് അയച്ചു. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നു. പിന്നെ രണ്ടാമത് ലൂർദ് ആശുപത്രിയിലുള്ള മുഴുവൻ കേസ് ഷീറ്റും, അത് ഒരു ദിവസമാണെങ്കിലും ആ ആശുപത്രി കാണിച്ച ഒരു മര്യാദയുണ്ട്, ഒരു മെഡിക്കൽ എത്തിക്സ്. സാധാരണ ഒരാൾ പോയാൽ ചെറിയ മരുന്ന് വെച്ചിട്ട് വിട്ടേക്കാം, പക്ഷെ അവരെന്ത് ചെയ്തു, ഒരു കേസ് ഷീറ്റ് ഉണ്ടാക്കിയിരുന്നു. അത് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അവരത് സൂക്ഷിച്ചിട്ടില്ല. അതെ. അപ്പൊ ആ ഡോക്ടർ വന്നിട്ട് അത് ഈ നമ്മൾ പറയില്ലേ ചെറുനാവ് പറയുന്ന ആ ഭാഗത്തേക്ക് നോർമൽ കേസിൽ ഈ ബ്രഷൊക്കെ ആണെങ്കിലും ഈ രണ്ട് ഡോക്ടർ എവിഡൻസിൽ വന്നു. അപ്പോൾ ഒരാൾ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അത്രയും ഉള്ളിൽ അണ്ണാക്കെന്ന് പറയില്ല നമ്മൾ, അത്രയ്ക്ക് മുറിയുള്ളൂ. അങ്ങോട്ടാ മുറിഞ്ഞേ, അല്ലാതെ പിന്നെ അപ്പോൾ അത് പറയുന്ന ഒരു എക്സ്റ്റേണൽ. ഇപ്പോൾ സ്പൂണ് ഇങ്ങനെയാണ് വക്കീലിൻ്റെ ഡിഫൻസ്, ഒരു സ്പൂണിൽ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡൻറ്റിൽ ആരെങ്കിലും തട്ടിയാലോ, അല്ലെ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും തട്ടിയാലോ. അപ്പോൾ അത് ഡോക്ടർ അത് ഡിനൈ ചെയ്തു. പക്ഷേ റെയർ ചാൻസ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ, ഒരു വളരെ റെയറായിട്ട് ചിലപ്പം അവിചാരിതമായിട്ട് സംഭവിക്കാം. പക്ഷേ നോർമൽ കേസിൽ നോ ചാൻസ്. അതൊരു ഡോക്ടർ എവിഡൻസ്. ഇവൻ ഈ ഹോസ്പിറ്റലിൽ ഈ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് അവിടുത്തെ ഇന്റിമേഷൻ ബുക്കിൽ പിന്നെ അവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബ്രദറിന്റെ ബ്രദറും അല്ല, ബ്രഷ് കൊണ്ട് കുത്തിപ്പോയതെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു. സ്റ്റിച്ച് ഉണ്ടോ ശരിക്കും? ഒരു 2 സ്റ്റിച്ച് ഇട്ട് ചെറുതായിട്ട് ഉള്ളിലുണ്ട്. അതാണ്, അതുകൊണ്ടാണ് അവർ ഈ OPയും മറ്റേ ഇത് ഓപ്പറേഷൻ പോലെ തരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തതിന്. അല്ലെങ്കിൽ വെറുതെ മരുന്ന് വെച്ചിട്ട് വിടുമല്ലോ. അപ്പോൾ ഒരാള് ഈ പറയുന്ന കാര്യങ്ങൾ അധികം ആലോചിക്കാതെ നേരെ അപ്പം തന്നെ എന്ത് ചെയ്തു, അവനാ പോയിട്ട് കാണിച്ചത് എന്തായി, അവനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കളഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മിറാക്കിൾ എന്ന് പറയില്ലേ, ഒരു മിറാക്കിളാ. ഈ ഓരോ പേഴ്സ് പിടിച്ചു, അവൻ പേഴ്സ് ചോദിക്കില്ല, എല്ലാവരും ചോദിച്ചു വിടുന്നു, അവൻ ചോദിക്കുന്നുണ്ട്, പുറത്തിരിക്കുന്ന ആൾ വരും, എന്താ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു വരുമ്പം വേറെ അല്ല. അപ്പോൾ ഇവൻ ആദ്യം ഈ സംശയത്തിൻ്റെ ഒരു റിപ്പോർട്ട് വരെ കയ്യിലുണ്ട്. അപ്പോൾ എടുക്കുക, പേഴ്സ് എടുക്കുക, അവൻ്റെ എല്ലാ ശരീരവും മൊത്തം ഫോണും പേഴ്സും എല്ലാം എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ പേഴ്സിൻ്റെ അകത്ത് ഈ സാധനം, ഈ മഞ്ഞ കളറുള്ള ഒരു ചെറിയ ചീട്ട് കാണുന്നത്, OP ചീട്ടിൻ്റെ. അപ്പോൾ അതെടുത്തിട്ട് നോക്കുന്നു, മുറിവുണ്ട്. അപ്പോൾ നേരെ അത് സീസ് ചെയ്തു, നേരെ ഇപ്പം തന്നെ കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഡോക്ടർ ഇപ്പം വന്നു എന്ന് പറഞ്ഞു, ഇവനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ തെളിവും അപ്പം തന്നെ ശേഖരിച്ചു. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അന്നേരം തന്നെ. ഇത് ഞാൻ പറയുന്നത് സാഹചര്യ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു നീതിന്യായ വ്യവസ്ഥയിൽ അധികം സംശയമില്ലാതൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ഈ പറയുന്ന ഈ 2 തെളിവുകൾ, ഒന്ന് ഈ ഫോറൻസിക് ഇവൻ്റെ ഹെയറിൻ്റെ അകത്ത്, അതായത് അന്ന് തന്നെ നമ്മൾ ഈ 19 ബോഡി കിട്ടിയ 19/10 കിട്ടി. അന്ന് തന്നെ എന്ത് ചെയ്തു, ഈ ഇൻക്വസ്റ്റിൽ വൃത്തിയായിട്ട് ഇത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും കൂടി വന്നിരുന്നു ഈ പരിശോധന. അപ്പോൾ ആ പരിശോധനയിൽ അവരത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. അന്ന് പാക്ക് ചെയ്തത്, പിന്നെ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ ഇവൻ്റെ കോമ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്തതും രണ്ടും പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതും നല്ല എവിഡൻസാണ്. അത് നിങ്ങൾ നോക്കുക. അതായത് ആ സ്ത്രീയുടെ കയ്യിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കുറേ ശ്രമം നടത്തുന്ന സമയത്ത് അവരെ കയ്യിൽ കുറച്ച് ഊർന്ന് കിട്ടിയ അത് നോർമലി കയ്യിൽ കാണുമൊന്നുമില്ല. പക്ഷെ അത് ഈ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വന്നതുകൊണ്ടാണ് അവർ ആ കയ്യിൽ നിന്നും ചെറിയ നേരിയ രീതിയിലുള്ള കുറച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ മുടി, ഈ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, ഇതിന് പുറമെ പിന്നെ ഇവൻ 27 കൺഫെഷൻ ഉണ്ടായി. പിന്നെ കൺഫെഷൻ വന്നു. കുറ്റസമ്മത മൊഴിയിൽ അവൻ കല്ലെടുത്തു കൊടുത്തു. ആ കല്ലും പരിശോധനയ്ക്ക് അയച്ചപ്പോൾ, നോർമലി കല്ല് നമ്മൾ പരിശോധനയ്ക്ക് അയക്കില്ല, ഈ കേസിൽ കല്ലും കൊണ്ടുപോയപ്പോൾ കല്ലിലും ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡും അല്ല, അന്ന് കല്ല് കണ്ടിട്ടില്ല. അത് ഏകദേശം 2-3 ഈ മഴയുള്ള കാലമല്ല, ഒക്ടോബർ മാസമാണ് ഈ സംഭവം. നവംബർ ഡിസംബർ ആ പീരീഡിൽ, ജാനുവരിയിൽ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കല്ലും ഓക്കെ ആയി. പിന്നെയാണ് ഈ പറയുന്ന പേഴ്സും അവിടെ നിന്ന് കിട്ടുന്നത്. ഈ കുറ്റസമ്മത മൊഴിയിൽ ഇവൻ കുറ്റസമ്മതി ഇത് തന്നെ അവസാനം ആദ്യം കുറേ ഉരുണ്ട് കളിച്ചിരുന്നു. എന്തെല്ലാം പറഞ്ഞിരുന്നു? അവൻ ആദ്യം പറഞ്ഞത് ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ല. ഇവൻ്റെ മുറിവിനെ എക്സ്പ്ലെയിൻ ചെയ്തത് അവന് ബ്രദർ പല്ല് തേക്കുന്ന സമയത്ത് അശ്രദ്ധയിൽ പെട്ടെന്ന് വന്നിട്ട് തട്ടിപ്പോയതാ. അതൊക്കെ പറഞ്ഞിട്ടും പക്ഷെ അത് ഒരു തരത്തിൽ അവർ സമ്മതിക്കാതെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ
പിന്നെ അവസാനം അവൻ ഗതികെട്ട് അവൻ എല്ലാ കാര്യവും ഇതന്നെ പറഞ്ഞു. ആദ്യം മുതൽ അവൻ അവിടെ ഇത് വരുന്ന എങ്ങനെ അവിടെ എത്തിയത്? അവൻ പറഞ്ഞത് ഇവൻ അന്ന് ആക്സിഡൻ്റലി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ഈ സ്ത്രീനെ കാണുന്നത്. അപ്പോൾ ഇവന് മനസ്സിലായി റേഷൻ കാർഡും ഉണ്ട് സഞ്ചിയും ഉണ്ട്, ഇപ്പോൾ തിരിച്ചു വരുന്നറിയാം. അപ്പോൾ അവൻ റേഷൻ കാർഡ് കണ്ടുപോയി തിരിച്ചു വരുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്തു, ഇവനും അതേപോലെ ആ വഴിയിൽ തന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് 8:30 മണിക്കാണ് അവിടെ മരത്തിൻ്റെ എടുക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ വന്ന് ശേഷമാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. അപ്പോൾ ഇവർ കണ്ടതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു, പിന്നെ അവിടെ എവിടെയും പോകേണ്ട അവൻ അടുത്ത് തന്നെ മറിഞ്ഞിരുന്നു. ഈ സ്ത്രീ വരുമ്പോൾ അപ്പാടെ തന്നെ നേരെ പൊക്കിയെടുത്ത് വലിച്ച് കൊണ്ടുപോകും. നല്ല ആരോഗ്യം. അവരുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനത്തെ ഒരു സംശയം ഒരു പോസിബിൾ അല്ല ഇവനെ ഈ സ്ത്രീനെ ഈ പൊക്കിയിട്ട് അവിടെ കൊണ്ടുപോകുക. വെച്ചാൽ വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കാലിൽ മാത്രമേ മണ്ണുള്ളൂ. അപ്പോൾ കാല് നിലത്ത് ആക്കിയിട്ട് കുറച്ച് എടുത്ത് കുറച്ച് കയറ്റുമ്പോൾ എന്തായാലും കാല് മതിലിലോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ മണ്ണിൻ്റെ കിളയിൽ വരഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ അന്നേരം ഇവനെ ഈ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് വരെ ഡ്രസ്സിലൊന്നും അവൻ ചെയ്തില്ല. പക്ഷേ ഇവൾ ഒച്ച ഉണ്ടാക്കുന്നു തോന്നിയപ്പോൾ അപ്പം തന്നെ ഒരു കല്ലെടുത്തിട്ട്, കാട്ടുകല്ലുണ്ടാവില്ല, നമ്മൾ സാധാരണ ഇറഗുലർ ആയിട്ടുള്ളൊരു ഷേപ്പിലൊരു കല്ലെടുത്തിട്ട് നേരെ എടുത്തിട്ട് തലയ്ക്ക് ഒരു കുത്തി, മുഖത്തല്ല തലയുടെ നെറ്റിയുടെ ഭാഗത്താണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 1-2 ഇഞ്ചുറീസ് ഡെവലപ്പ് ചെയ്തു. നല്ല ബ്ലഡും പുറത്തുപോയി, രക്തം. പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു, അന്നേരവും ഇവൻ ഈ ഒച്ചയാവളം ഇല്ലാണ്ടായി എന്ന് തോന്നിയപ്പോൾ പിന്നെ എടുത്തിട്ട് കുറച്ച് അവിടെ കിടത്തിയിട്ടാണ് ഈ പറയുന്ന ഡ്രസ്സൊക്കെ വലിച്ചു കയറി. അവന് ഇതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അല്ല, പീരീഡ്സ് ആണെന്ന് നമ്മൾ ഡോക്ടറുടെ അന്നത്തെ പരിശോധന പോസ്റ്റ്മോർട്ടത്തിലും ഉണ്ട്. ഇവന്റെ മൊഴിയിലും വന്നു. ഇവനും പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് നല്ല സ്പെസിഫിക് ആയിട്ട് ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്കത് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്ന് അവൻ അതിൽ പറയുന്നുണ്ട് കൺഫെഷനിൽ. അപ്പോൾ അതും ഇവിടെ കൂട്ടി വായിക്കാം. പോസ്റ്റ്മോർട്ടം ഗോപാലകൃഷ്ണപിള്ള കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മെൻസ്ട്രൽ പീരീഡാണ്, ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റോ സെക്കൻഡോ ഡേ ആണെന്ന് അവരും ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീനെ അവന് അത് ചെയ്യാനുള്ളൊരു എന്തോ അവൻ വിഡ്രോ ചെയ്തു. അത് അവൻ പറയുകയും ചെയ്തു. ഡോക്ടർ മെഡിക്കൽ എവിഡൻസ് സപ്പോർട്ടിങ് ആണ്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ ഇവൻ പറയുന്നതിന് മുമ്പേ തന്നെ ഈ മെൻസ്ട്രൽ സിറ്റുവേഷൻ കാര്യങ്ങളും എല്ലാം അവരുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നെക്സ്റ്റ് ഡേ, അതായത് 19 തന്നെ നടത്തി.